ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. കർണാടക ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിന് ഇരയായ 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തലിൽ പോലീസിന്റെ തെളിവെടുപ്പ്. വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയുമായാണ് സ്നാനഘട്ടത്തിൽ തെളിവെടുപ്പ്. ധർമ്മസ്ഥലയിൽ നിന്നിപ്പോൾ മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, ഈ തെളിവെടുപ്പ് ഇപ്പോഴും നടക്കുകയാണോ? എന്തൊക്കെയാണ് പോലീസ് നിലവിലെത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം, വിവരങ്ങൾ മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, തെളിവെടുപ്പ് അല്പസമയത്തിനുള്ളിൽ മാത്രമേ നടക്കുകയുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു വണ്ടിയിലാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള മുൻ ശുചീകരണ തൊഴിലാളി ഉള്ളത്. ഇയാൾ ഈ കാറിൽ അല്പസമയത്തിന് മുൻപാണ് ഇവിടേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകരടക്കം ഈ കാറിലുണ്ട്. പോലീസ് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് ഇവർ പറയുന്നത്. ഇത് ധർമ്മസ്ഥലയിലെ ഈ ക്ഷേത്രത്തിനോട് അടുത്തുള്ള ഒരു സ്ഥാനഘട്ടമാണ്. ഈ സ്ഥാനഘട്ടം നർമ്മദ നദിയുടെ ഒരു കര, അവിടെ ഒരു പാലവും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നിലവിൽ ഈ ഒരു സംഘം ഇവർ കാറിൽ അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു കാടുണ്ട്. ഈ ഒരു കാട്ടിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം പുറത്തെടുത്ത് കോടതിയിൽ നൽകിയിട്ടുള്ള ആ ഒരു തലയോട്ടിയും അസ്ഥികളും ഒക്കെ പുറത്തെടുത്തത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കേസ് നൽകി ഏതാണ്ട് ഒരു 10-12 ദിവസത്തിന് ശേഷമാണ് പോലീസ് ഈ ഒരു അസ്ഥികൂടത്തിനെ പറ്റിയിട്ടുള്ള ഒരു തെരച്ചിൽ നടത്താൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തെളിവെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്ഥലം നമ്മൾ ഇവിടെ എത്തി മനസ്സിലാക്കിയപ്പോൾ ഒരു ഭാഗം മുഴുവനായി കാടാണ്, നോക്കത്താ ദൂരത്തോളം കാടാണ്. അപ്പോൾ ഈ കാട്ടിനുള്ളിൽ എവിടെയോ നിന്നാണ് അദ്ദേഹം ഈ ഒരു അസ്ഥികൂടം പുറത്തെടുത്തത്. ഇതിനുള്ളിൽ തന്നെയാണ് നിരവധി മൃതദേഹങ്ങൾ ഇദ്ദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തത്, അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തത്. അപ്പോൾ നിലവിൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പോലീസ് സംഘം. ധർമ്മസ്ഥല പോലീസാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ SP അടക്കമുള്ളവർ, ദക്ഷിണ കന്നഡ SP അടക്കമുള്ളവരുടേക്ക് എത്തുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ സംഘം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തും. ഇവിടെ എത്തിയതിനു ശേഷം ആകും ഇവർ ഇതിന് അകത്തേക്ക് കടക്കുകയും ഈ കാടിനുള്ളിലേക്ക് കയറുകയും എവിടെ നിന്നാണോ ആ അസ്ഥികൂടം പുറത്തെടുത്തത് അതിനെ സംബന്ധിച്ചുള്ള തെളിവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയതിനു ശേഷം എത്രത്തോളം ഈ സാക്ഷിയുടെ മൊഴി വാസ്തവമാണ്, അതിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിനു ശേഷമാകും ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് നൽകുക. അതിനുശേഷമാകും കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്തേക്ക് എക്സ്കവേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത് അതിനുശേഷം മാത്രമായിരിക്കും. പക്ഷേ ഈ സ്ഥലം ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. കാരണം ധർമ്മസ്ഥല ക്ഷേത്രത്തിന് നർമ്മദ നദിയുടെ ആ ഒരു കൈവരി അതിൻ്റെയൊക്കെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. നോക്കത്താ ദൂരത്തോളം കാടുള്ള ഒരു സ്ഥലമാണ്. നിരവധി പേരെ കാണാതായിട്ടുണ്ട് എന്ന് പരാതി ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് ഇവിടെ തെളിവെടുപ്പിനായി ഏതാണ്ട് ഇവർ എത്തിയിരിക്കുകയാണ്. ഇതുവരെയും പേര് വെളിപ്പെടുത്താത്ത, കോടതി സംരക്ഷണം നൽകിയിരിക്കുന്ന ഒരു സാക്ഷി, ഈ നേരത്തെ മുൻ ശുചീകരണ തൊഴിലാളി, ഈ മൃതദേഹങ്ങളൊക്കെയും കുഴിച്ചിട്ടു എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം ഇതാ താൻ കുഴിച്ചിട്ട സ്ഥലത്ത്, എവിടെയാണോ താൻ മൃതദേഹം കുഴിച്ചിട്ടത്, കത്തിച്ചു കളഞ്ഞത്, ആ സ്ഥലത്തേക്കൊക്കെ എത്തി ഒരു തെളിവെടുപ്പ് നൽകാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുകയാണ്. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ്. കാരണം ഇങ്ങനെ ഒരു അസ്ഥികൂടവും അല്ലെങ്കിൽ ഒരു തലയോട്ടിയുമായൊക്കെ ഇദ്ദേഹം കോടതിയിലേക്ക് എത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മൊഴി ഏറെക്കുറെ എല്ലാവരും വിശ്വസിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണോ ഇനി പോലീസ് ഇവിടെ നിന്ന് ഏത് നിഗമനത്തിലാണോ എത്തുന്നത് അത് വളരെ നിർണായകമാകും. കേസിന്റെ തുടർന്നുള്ള പോക്കിന് വളരെയധികം നിർണായകമാകുന്ന ഏതാനും നിമിഷങ്ങളാണ് ഇനിയിപ്പോൾ കടന്നു വരാൻ പോകുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പോലീസ് ഇദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ തേടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മതിയായ സുരക്ഷ നൽകണം എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. കാരണം ധർമ്മസ്ഥലയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവന് കാര്യമായിട്ടുള്ള ഭീഷണി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ ഭീഷണി അതിന് എത്രത്തോളം പോലീസ് സംരക്ഷണം നൽകും എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവിടേക്ക് എത്താതിരുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇനി എത്ര ദൂരം ഈ ഒരു കാടിനുള്ളിലൂടെ ഇദ്ദേഹം സഞ്ചരിക്കും എന്നുള്ള കാര്യം വ്യക്തമല്ല. കഴിഞ്ഞ അദ്ദേഹം പറയുന്നത് 10-15 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അതിനും മുൻപുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനിടയിൽ ഈ സ്ഥലത്തിന് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെയും ഇപ്പോഴും ഇങ്ങനെ കാട് പിടിച്ച് തന്നെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതിനിടയിൽ എവിടെ നിന്നാണോ ഇദ്ദേഹം ഈ ഒരു മൃതദേഹം കുഴിച്ചെടുത്തത്, ആ ഒരു തലയോട്ടി കുഴിച്ചെടുത്തത്, അത് കണ്ടെത്തുകയാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക്. ഇപ്പോൾ അവിടെ എത്തി അതിന്റെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കണം. എന്തായാലും പോലീസ് സംഘം ഇവിടെ ഇപ്പോൾ എത്തിയിട്ടില്ല. ചില മഫ്തിയിലുള്ള പോലീസുകാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടില്ല. അവർ എത്തിയതിനു ശേഷമാകും കൂടുതൽ പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പരിശോധന നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കിയാൽ അത് പെട്ടെന്ന് കൂടുതൽ എക്സ്കവേഷനുകളിലേക്ക്
പോകേണ്ടതിന്റെ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു പ്രഷർ ഇപ്പോൾ പോലീസിനുണ്ട്. കാരണം കേസിൽ വനിതാ കമ്മീഷൻ അടക്കം, സംസ്ഥാന വനിതാ കമ്മീഷൻ അടക്കം സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരാഴ്ചക്കകം എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നടപടികൾ എന്നതടക്കം അറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രഷർ സർക്കാരിന് മേൽ വരുന്നുണ്ട്, ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഈ വിഷയം ചർച്ചയാകുന്നുണ്ട്. പല മാധ്യമങ്ങളും ഇതിനോട് മുഖം തിരിക്കുന്നുണ്ട് എങ്കിലും ഇതിന് പിന്നിൽ നിൽക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെയുള്ള നിരന്തര റിപ്പോർട്ടുകളും വാർത്തകളും വിവരങ്ങളും ഒക്കെ കണ്ട് എന്തായാലും ആ ഒരു പ്രോസസ്സ് പെട്ടെന്നാക്കണം എന്നുള്ളൊരു ആവശ്യകത പോലീസിന്റെ മുന്നിൽ വന്നു നിൽപ്പുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു സാക്ഷിയെ വിളിച്ചു വരുത്തുകയും ഒപ്പം തന്നെ പരിശോധന നടത്തുകയും ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് സംഘം ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആ സ്ഥലത്തെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കും. അതിനുശേഷമാകും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ അമാന്തത്തിന് ശേഷം പോലീസ് ഒന്ന് ഉണർന്നിട്ടുണ്ട്. അത് വ്യക്തമായിട്ടുള്ളൊരു സൂചനയാണ്. ഇന്നലെ ഒരു പുതിയ പരാതി അടക്കം പോലീസിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അനന്യ ഭട്ട്, നേരത്തെ കാണാതായ അനന്യ ഭട്ടിന്റെ അമ്മ ഇന്നലെ SP ഓഫീസിലെത്തി, ഒപ്പം തന്നെ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തി. ഇവരവിടെ എത്തി പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ പരാതികൾ കൂടുന്നുണ്ട്, ആരോപണം വലുതാകുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് തയ്യാറെടുക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പരിശോധന തുടങ്ങും. ആ പരിശോധനയിൽ എന്തൊക്കെയാണ് പോലീസ് കണ്ടെത്തുക എന്നുള്ളതും നിർണായകമാകും. ഉന്മേഷ്. മുഹമ്മദ് റഹീസ്, ഇപ്പോൾ ഈ നേരത്തെ ചില പരാതികളൊക്കെ ഉയർന്നിരുന്നുവല്ലോ, ഒട്ടേറെ മിസ്സിംഗ് സംഭവങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ കൂടുതൽ പരാതികൾ ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളുണ്ടോ ഇപ്പോൾ മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, ഇന്നലെ ഒരു പുതിയ പരാതി കൂടി പോലീസിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, പോലീസിന് ഇന്നലെ പരാതി നൽകിയിരിക്കുന്നത് അനന്യ ഭട്ടിന്റെ അമ്മയാണ്. CBIയിലെ മുൻ സ്റ്റെനോഗ്രാഫറാണ് അവർ. അവരുടെ മകൾ മാത്രമല്ല, മകളെ കാണാതായിട്ട് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ആ അമ്മയുടെ ആവശ്യം മകളുടെ ഈ ശുചീകരണ തൊഴിലാളി നടക്കുന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു പരിശോധന നടത്തണം. പരിശോധന നടത്തിയതിനു ശേഷം അതിൽ ഏതെങ്കിലും ഒരു അസ്ഥികൂടത്തിന്റെ ഒരു DNA പരിശോധനാ ഫലം ഈ അനന്യയുടെ സമാനമായാൽ തങ്ങൾക്കത് അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി നൽകണമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പരിശോധന നടത്തേണ്ടി വരും പോലീസിന്. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ അനന്യയെ കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തുകയാണ് എങ്കിൽ അത് എങ്ങനെ അനന്യ കൊല്ലപ്പെട്ടു എന്നുകൂടി പോലീസിന് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ പരാതികൾ കൂടുതൽ സങ്കീർണമാകുന്നുണ്ട്. ഓരോ ദിവസവും ആരോപണം ഉയരുന്നുണ്ട്. കൂടുതൽ പരാതികൾ ഇതിനോടകം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. അന്ന് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ബൽത്തങ്കാടി പോലീസ് സ്റ്റേഷന്റെ അണ്ടറിലായിരുന്നു ഈ സ്ഥലം ഒട്ടുക്കും ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ധർമ്മസ്ഥല പോലീസാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് എങ്കിലും അത് SP-യുടെ ഒരു മേൽനോട്ടത്തിൽ SP പറയുന്നതനുസരിച്ച് മാത്രം കാര്യങ്ങൾ നീക്കുന്ന തലത്തിലേക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടി മേൽനോട്ടത്തിലാണ് ഓരോ ഇഞ്ചും കേസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ കൂടി പോലീസ് ഇടപെടൽ ഇതിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഈ അഭിഭാഷകർ ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആ അന്വേഷണ സംഘത്തിൽ SP-യും DGP-യും മാത്രമാണ് ഉണ്ടാകേണ്ടത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. കാരണം നേരത്തെയും പല കേസുകളിൽ പ്രത്യേക അന്വേഷണ സംഘം വന്നിരുന്നു. പക്ഷേ അത് അന്വേഷണം വിവരാവകാശ രേഖ പ്രകാരം ഇവർ അത് തേടിയപ്പോൾ ആ അന്വേഷണമൊക്കെയും പാതി വഴിയിൽ നിൽക്കുകയും യാതൊരു തരത്തിലുള്ള തുമ്പും കിട്ടാതെ വരികയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയാണെങ്കിൽ അതിൽ SP-യും ഒപ്പം തന്നെ ഈ DGP-യും മാത്രമാണ് ഇതിൽ ഉണ്ടാകേണ്ടത് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ നാടിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഈ വെളിപ്പെടുത്തൽ നടത്തുന്നവർ അവർക്ക് ഏത് തരത്തിൽ എങ്ങനെ അപകടമുണ്ടാകും എന്നുള്ളത് അറിയാൻ കഴിയാത്ത, അത്ര സങ്കീർണമായ, മുന്നിൽ കാണുന്ന മനുഷ്യനെ ഏത് തരത്തിൽ വിശ്വസിക്കണമെന്ന് പോലും കഴിയാത്ത, അങ്ങനെ ഗണിക്കാൻ പോലും പറ്റാത്ത ഒരു നാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഇതിലുണ്ട്. ആരൊക്കെ പോലീസിന് മൊഴി നൽകും, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ ആരൊക്കെ ശരിയായ അന്വേഷണം നടത്തും എന്നുള്ള കാര്യം അതുകൂടി പറഞ്ഞു വെക്കേണ്ടി വരും. ഇതിൽ പല പോലീസുകാരും ചേർന്ന് പല തെളിവുകളും നശിപ്പിച്ചതിൻ്റെ കഥകൾ പല കേസിലെയും ഇരകളുടെ മാതാപിതാക്കൾ, ബന്ധുക്കളൊക്കെയും ഇതിനോടകം നമ്മളോട് പങ്കുവച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പോലീസ് ഉൾപ്പെടെ തെളിവുകൾ നശിപ്പിച്ച നിരവധി കേസുകൾ, നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തേഞ്ഞുമാഞ്ഞു പോയ കേസുകൾ, ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാതെ പോയ കേസുകൾ, FIR രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോൾ ബന്ധുക്കളെ ആട്ടി ഓടിക്കുന്ന ഒരു സംഭവം, അങ്ങനെ പലതും ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പലതും ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാടാണിത്. പല നിഗൂഢതകളും ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാടാണ്. ഇവിടേക്ക് ആദ്യം വഴിവെട്ടുന്നത് ഈ ഒരു
ശുചീകരണ തൊഴിലാളിയുടെ ഒരു വെളിപ്പെടുത്തലാണ്. അദ്ദേഹം വെട്ടിയ വഴിയിൽ എത്ര ദൂരം പോലീസ് സഞ്ചരിക്കും, അതിനവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാകുമോ? കാരണം ഇതിൽ രാഷ്ട്രീയമുണ്ട്, ജാതിയുണ്ട്, അങ്ങനെ സാമ്പത്തികമുണ്ട്, പലതരത്തിലുള്ള സംഭവങ്ങൾ ഒരേ തരത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് പ്രഷർ വരിക എന്ന് പോലീസിന് പോലും അറിയാത്ത ഒരു നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഈ ഒരു പോലീസ് സ്റ്റേഷന് പരിധിയിൽ, അതായത് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം അന്വേഷിച്ചാൽ ഈ കേസുകൾ എവിടെ വരെ എത്തും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് നടത്തുന്ന അന്വേഷണത്തിൽ വരുന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് കോടതിക്ക് ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒന്നും ഒരു തരത്തിലും ഒരു ചോദ്യങ്ങൾ ഉയർത്താത്ത റിപ്പോർട്ടാണ് എങ്കിൽ സ്വാഭാവികമായും അന്വേഷണം പുരോഗമിക്കും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഉന്മേഷ്.